എന്താണ് LSS? ഏത് ക്ലാസ്സിലെ കുട്ടികളാണ് ഈ LSS എക്സാം എഴുതുന്നത്? എന്താണ് LSS എന്നതിന്റെ ഫുൾ ഫോം? 4ാം ക്ലാസ്സിലെ കുട്ടികൾ. 4ാം ക്ലാസ്സിലെ കുട്ടികളാണ് എഴുതുന്നത്. ശരി. LSS കിട്ടിയാൽ എന്താണ് ഗുണം? LSS ലഭിച്ചാലുള്ള ഗുണം എന്താണ്? LSSനുള്ള സ്കോളർഷിപ്പ് തുക എത്രയാണ്? 3,500. 3,000 മൊത്തം. ഓരോ ഇയറിലും നമുക്ക് 1,000 വീതം കിട്ടുക. 3 വർഷത്തേക്ക് കിട്ടും. 1,000 × 3 3,000. ശരി. 4ാം ക്ലാസ്സിലെ കുട്ടികളാണ് എഴുതുക. മിടുക്കരായ കുട്ടികളാണ് ഇത് എഴുതുക. നിങ്ങൾക്ക് മലയാളം ഫസ്റ്റ് പേപ്പർ, മലയാളം, ഇംഗ്ലീഷ്, GK. എന്താ GK എന്ന് പറഞ്ഞാൽ? ഒരു കുട്ടി എല്ലാവർക്കും വേണ്ടി മറുപടി പറഞ്ഞാൽ മതി. കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. ജനറൽ നോളജ്. അപ്പോൾ ഇവിടെ 40 മാർക്കാണ് ഫസ്റ്റ് പേപ്പർ. രണ്ടാമത്തെ പേപ്പർ EVS. എന്താ EVS എന്ന് പറഞ്ഞാൽ? എൻവയോൺമെന്റൽ സയൻസ്. അതിൽ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആള് വരുന്നത്. ആരാ നമ്മുടെ പ്രിയപ്പെട്ട ആള്? മാത്സ്. അവിടെയും ടോട്ടൽ 40 മാർക്കാണ്. അപ്പോൾ ഈ 40ഉം ഈ 40ഉം കൂടി കൂടിയാൽ എത്രയാണ്? 80. 80 മാർക്കാണ് ടോട്ടൽ. 80ൽ എത്ര കിട്ടിയാലാണ് നമുക്ക് LSS ലഭിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ? 60. 60 വേണ്ട ജയിക്കാൻ. LSSന്റെ പണം കിട്ടാൻ നമുക്ക് 80ൽ 60 വേണ്ട. 80ന്റെ 60% അതൊക്കെ നിങ്ങൾ മുതിർന്ന കാലത്ത് ശതമാനം പെർസെന്റേജ് ഒക്കെ പഠിക്കും. അപ്പൊ 48. 80ൽ 48 മാർക്കിലധികം ലഭിക്കുന്ന കുട്ടികൾക്ക് LSSന്റെ സ്കോളർഷിപ്പ് തുക കിട്ടും. അപ്പൊ 48 ലഭിക്കണമെങ്കിൽ 48 വിചാരിച്ചാൽ കിട്ടുമോ? 48 ലഭിക്കണമെങ്കിൽ 48 വിചാരിച്ചാൽ കിട്ടുമോ? ഇല്ല. എത്ര വിചാരിക്കണം? 80. 80ൽ 80 വിചാരിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാം ഇത് മുഴുവൻ മാർക്കും നമുക്ക് കിട്ടണം. അപ്പം ആകാശത്തോളം നമ്മളിങ്ങനെ ആഗ്രഹിക്കണം. അപ്പൊ ഇവിടെ 48 ലഭിക്കണമെങ്കിൽ 80ൽ 80 ലഭിക്കണം. അതിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത്, ഇന്നല്ല കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുക കണക്കിൽ നിന്നാണ്, ഗണിതത്തിൽ നിന്നാണ്, മാത്തമാറ്റിക്സ് നിന്നാണ്. അപ്പൊ അതില് കുറെ ടോപ്പിക്സ് നിങ്ങൾക്കുണ്ട്. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്കുള്ള നോട്ട്സ് അയച്ചു തരും. ഇതിൽ ഇംഗ്ലീഷ് മീഡിയം മാത്രമാണോ ഉള്ളത്, അല്ലെ മലയാളം മീഡിയം ഉണ്ടോ? മലയാളം മീഡിയം. ഇംഗ്ലീഷ് മീഡിയക്കാർ പേരെന്ന് പറഞ്ഞേ. എത്ര പേര് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്? പേര് പറഞ്ഞോളൂ. ഇംഗ്ലീഷ് മീഡിയം സയാൻ ഇംഗ്ലീഷ് മീഡിയം. ശരി, ഒന്ന് തന്നെ എഴുതിക്കോട്ടെ. സയാൻ ഇംഗ്ലീഷ് മീഡിയം. പിന്നെ ആരെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ഉണ്ടോ? അതിഥി ഇംഗ്ലീഷ് മീഡിയമാണ്. പിന്നെ 2 ഇംഗ്ലീഷ് മീഡിയമായി. പിന്നെ മലയാളം മീഡിയം ഉണ്ടോ? ഉണ്ട്. പേരെന്താ? ഏഞ്ചൽ എബ്രഹാം. മുതിർന്ന കുട്ടിയല്ലേ? ഏഞ്ചൽ എബ്രഹാമിന്റെ സിസ്റ്റർ അല്ലേ ഉള്ളത്? അതെ. എന്താ സിസ്റ്റർ പേര്? ബ്രദർ ഏബൽ എബ്രഹാം. ബ്രദർ ഏഞ്ചൽ എബ്രഹാം. ഇനി ഈ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ പേരെന്താ? ഏഞ്ചൽ എബ്രഹാം. ഓഹോ, 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഏഞ്ചൽ എബ്രഹാം. ശരി. ഏബൽ 8ാം ക്ലാസ്സിലാ. അതാണ് ഏബൽ 8ാം ക്ലാസ്സിലാണ്. ശരി. അപ്പൊ ഏഞ്ചൽ എബ്രഹാം മലയാളം മീഡിയം. വേറെ ആരെങ്കിലും മലയാളം മീഡിയം ഉണ്ടോ? മിൻഹ.
കേട്ടില്ല. ശ്യാംകൃഷ്ണ. ശ്യാം കൃഷ്ണ. ശ്യാം കൃഷ്ണ മലയാളം മീഡിയമാണ്. ശരി, പിന്നെ മിൻഹ. മിൻഹ. എല്ലാം 4ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ പറയാവോ? മിൻഹ മലയാളം മീഡിയമാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാരുടെ പേര് ഞാൻ ഒന്ന് വായിക്കും. അപ്പൊ ഒന്ന് യെസ് പറഞ്ഞാൽ മതി. സയാൻ. മൈക്ക് ഓൺ ചെയ്ത് യെസ് എന്ന് പറയണത്. സയാൻ ഉണ്ടെങ്കിൽ. സയാൻ Present. Yes. പ്രസന്റ്. അതിഥി. Yes. യെസ്. ഇനി മലയാളം മീഡിയക്കാർ പേര് വായിക്കും. ഏഞ്ചൽ എബ്രഹാം. Yes. യെസ്. ശ്യാം കൃഷ്ണ. Yes. മിൻഹ. Yes. യെസ്. ഇനി ആരെയും പേര് വിട്ടുവിട്ടില്ലല്ലോ? ശരി. ഇനി നിങ്ങൾക്ക് ഇവിടെ ചേർത്തിരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും നിങ്ങളുടെ പേരൻസ് നിങ്ങളെ സഹായിക്കും. ഞാൻ വിചാരിച്ച മുഴുവൻ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണെന്ന് ധാരണയായിരുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിലൊക്കെ ഞാൻ മലയാളം മീഡിയം കൂടി ഇതിൽ ടൈപ്പ് ചെയ്യും. അപ്പൊ ഇതിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. പക്ഷെ ഞാൻ ആ മലയാളം വേർഷൻ കൂടി നിങ്ങൾക്ക് പറയാം. LSS, USS 7ാം ക്ലാസ്സിലും LSS 4ാം ക്ലാസ്സിലെയും കുട്ടികൾക്കുള്ള ഒരു മത്സര പരീക്ഷയാണ്. LSS ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4ാം ക്ലാസ് വരെ പഠിക്കുന്ന രക്ഷിതാക്കൾ, കുട്ടികളുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അവർ 4ാം ക്ലാസ്സിൽ എഴുതാൻ പോകുന്ന ഒരു മത്സര പരീക്ഷയാണിത്. ഒരു ക്വിസ് മത്സരത്തിലൊക്കെ പങ്കെടുത്തതല്ലാതെ വേറെ ഇങ്ങനെയുള്ള ഒരു പരീക്ഷ അവർ എഴുതിയിട്ടുണ്ടാവില്ല. രക്ഷിതാക്കൾ എത്രത്തോളം അവരുടെ കൂടെ, പ്രത്യേകിച്ച് LSSന്റെ കാര്യത്തിൽ കൂടെ ഇരിക്കുന്നുവോ അത്രയും സാധ്യത നിങ്ങളുടെ കുട്ടികൾക്ക് കൂടുതലാണ് LSS ലഭിക്കാൻ. കഴിഞ്ഞ വർഷം പല രക്ഷിതാക്കളും 1 മാർക്കിനും 2 മാർക്കിനും LSS നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. LSSന് റീവാലുവേഷൻ ഉണ്ട്. അതിന് നിങ്ങൾക്ക് പണം അടച്ചു കഴിഞ്ഞാൽ റീവാൽ ചെയ്ത് കിട്ടും. ചിലപ്പോൾ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടണമെന്നും ഇല്ല. അതുകൊണ്ട് തുടക്കത്തിലെ നന്നായിട്ട് പഠിക്കുക. LSS ആയാലും USS ആയാലും ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ചെയ്യേണ്ട വിഷയം മാത്സ് തന്നെയാണ്. കാരണം 20 ചോദ്യങ്ങൾ, 20 മാർക്കിന്റെ ചോദ്യങ്ങൾ, അത്രയും ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് ഈ തുടക്കത്തിലെ നമ്മൾ എടുത്തു പോവുകയാണ്. ഈ ക്ലാസ്സുകൾ മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് സാവകാശം വീട്ടിൽ നിന്ന് കേൾക്കാം. യൂട്യൂബിൽ ആദ്യഘട്ടത്തിൽ ഞാൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നീട് യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണില്ല. അപ്പൊ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ യൂട്യൂബിലൂടെ, നിങ്ങൾക്ക് ഏത് സമയത്ത് LSSന്റെ കുട്ടികൾക്ക് ഏത് ചോദ്യം കിട്ടിയാലും ഇവിടെ ക്ലാസ്സിൽ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നാലും നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ എപ്പോഴും വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. 8686171729 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം LSS ലോവർ സ്കൂൾ സ്കോളർഷിപ്പ്, USS അപ്പർ സ്കൂൾ സ്കോളർഷിപ്പ്. അത് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലെ NMMS എന്ന പരീക്ഷയുണ്ട്. ആദ്യം നടക്കുക ആ പരീക്ഷയാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതിനൊക്കെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തുകയുണ്ട്. മാത്രമല്ല നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളുടെ പേരൻസിന് മക്കൾ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് LSS വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് LSS കിട്ടുമ്പോൾ നിങ്ങളുടെ പേരൻസിന് ഉണ്ടാവുന്ന അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് മക്കൾ നന്നായിട്ട് പഠിക്കുക. LSSന്റെ USSന്റെ ക്ലാസ്, USSന്റെ ക്ലാസ് NMSന്റെ ക്ലാസ് ഒക്കെ രാവിലെ 5:30ക്കാണ്. ഇന്ന് രാവിലെ അവർക്കുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, ധാരാളം ക്വസ്റ്റ്യൻസ് ശേഖരിച്ചു വെക്കുക. ഇനി LSSന്റെ പരീക്ഷയുടെ കാര്യത്തിലും LSS എന്താണെന്നും ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അതിനുള്ള അവസരമാണ്. മൈക്ക് മ്യൂട്ട് ചെയ്തവിടെ പിടിച്ചോളൂ. പക്ഷെ അതേസമയത്ത് ആവശ്യത്തിന് നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് പറയാം. നിങ്ങൾക്കോ രക്ഷിതാക്കൾക്കോ LSS ആയിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. LSSന് ടോട്ടൽ മാർക്ക് 80 ആണ്. ഫസ്റ്റ് പേപ്പർ 40, സെക്കൻഡ് പേപ്പർ 40. 40 40 80. 80ൽ 80 ലഭിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാലാണ് 80ൽ 48-ലധികം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പൊ 48-ലധികം കിട്ടിയാലും ഒരു 60ന്റെ മേലെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഗിഫ്റ്റഡ് കുട്ടികളുടെ ലിസ്റ്റിലും വരും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, ശ്രമിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നോട്ട്സ് ഞാൻ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്ന നോട്ട്സ് ഇംഗ്ലീഷ് മീഡിയത്തിലായി ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? രക്ഷിതാക്കൾ അവരെ സഹായിക്കുമോ?
മലയാളത്തിൽ ഞാൻ വോയിസ് ഇട്ടാൽ മതിയാവൂലേ? എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? ഈ ഏഞ്ചൽ എബ്രഹാമിന്റെയും ശ്യാം കൃഷ്ണയുടെയും മിൻഹയുടെയും പേരൻസ് ആണ് പറയേണ്ടത്. നോട്ട്സ് ഇപ്പോൾ അയച്ചു തരുന്നത് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ തയ്യാറാക്കിയ നോട്ട്സ് ആയിരിക്കും ഗ്രൂപ്പിലൂടെ. നിങ്ങൾക്ക് അവരെ മുതിർന്നവർക്കോ നിങ്ങൾക്കോ അവരെ ആ കാര്യത്തിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ സഹായിക്കാമോ? സാറെ ക്ലിയർ ഇല്ല. ഓ എങ്ങനെ? കേട്ടില്ല. സയാൻ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ മോനെ? ഓ അതിഥി, ഞാൻ പറയുന്നത് കേൾക്കാമോ? യെസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി Yes, sir. ആവർത്തിക്കുന്ന ചോദ്യം, സയാനും അതിഥിക്കും പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ തയ്യാറാക്കിയ നോട്ട്സ് ആണ് ഇപ്പോൾ വരിക. അടുത്ത ക്ലാസ് മുതൽ മലയാളം മീഡിയത്തിലെ നോട്ട്സും വരും. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ തയ്യാറാക്കിയ നോട്ട്സ് ഇപ്പൊ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവരെ കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് അവരെ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ സഹായിക്കാൻ പറ്റുമോ? ഞാൻ ഇവിടെ വിവരിക്കും എല്ലാം. യെസ് ഓർ നോ? രക്ഷിതാക്കളാണ് പറയേണ്ടത്. യെസ്. ഓ സഹായിക്കാൻ സാറേ, കുഴപ്പമില്ല. പറഞ്ഞു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, നമ്പർ ഇവിടെ ഉണ്ട്. ശരി, നമുക്ക് ഇതില് കണക്കിന്റെ കാര്യം ആണ്. നമ്മൾ കൂടുതൽ ക്ലാസ് ലഭിക്കുന്നത് കണക്കിനാണ്. മറ്റു ക്ലാസ്സുകളൊക്കെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നാലാണ് തരിക. 20 മാർക്കിൽ എവിടെ നിന്നൊക്കെ ചോദ്യം ഉണ്ടാവും? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 3-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ് 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിലുള്ള, ഇപ്പൊ 3-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ അതിലൊക്കെ ഉള്ള ക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ, കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് ഇവരോട് ചോദിക്കുക. പോകാം നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്. ആദ്യത്തെ ടോപ്പിക് നമ്പർ വേൾഡ് ആണ്. ഇതിന്റെ മലയാളമാണ് ഞാൻ ഇവിടെ എഴുതുകയാണ്. നമ്പർ വേൾഡ് എന്നുള്ള രീതിയിലൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണില്ല. പക്ഷേ USSന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, LSSന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതുകയാണ്. നമ്പർ വേൾഡ് എന്നതിന്റെ മലയാളം ഇതാണ്, സംഖ്യാലോകം. ഞാൻ വിചാരിച്ച എല്ലാം ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ വിചാരിച്ചിട്ടാണ് ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്തത്. എന്താണ് ഏഞ്ചലെ നമ്പർ വേൾഡിന്റെ മലയാളം? സംഖ്യാലോകം. സംഖ്യാലോകം. അതിന് ആദ്യം നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്, ഏത് സംഖ്യകൾ നമ്മൾ എഴുതുമ്പോഴും ഏതൊരു നമ്പർ എഴുതുമ്പോഴും നമുക്ക് ഇവരുടെ സഹായം വേണം. ആരുടെ? ഇവരുടെ സഹായമില്ലാതെ നമുക്ക് ഒരു നമ്പറും എഴുതാൻ പറ്റില്ല. ഇതാരാണ്? ഡിജിറ്റ്സ്. അപ്പോൾ ഡിജിറ്റ്സ് എന്നതിന്റെ മലയാളം അക്കങ്ങൾ എന്നാണ്. എന്താണ്? അക്കങ്ങൾ. മലയാളം മീഡിയക്കാരാണ് ഇതിന് പറയേണ്ടത്. രണ്ടുപേരുള്ളതുകൊണ്ടാണ് ഈ സൗകര്യം. അക്കങ്ങൾ എന്നാണ് ഡിജിറ്റ്സിന്റെ. ഈ അക്കങ്ങൾ ഇല്ലെങ്കിൽ ഒരു നമ്പറും ഇല്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് അക്കങ്ങളാണ്. അക്കങ്ങളിൽ അല്ലെങ്കിൽ ഡിജിറ്റ്സിൽ ഏറ്റവും ചെറിയ ഡിജിറ്റ് ഏതാണ്? 0. 0 ഏറ്റവും ചെറിയ. ഏറ്റവും വലിയ ഒറ്റ അക്ക സംഖ്യ ഏതാണ്? 9. ഓക്കെ ശരി. ഇനി ഞാൻ ഇതിൽ പേരെഴുതിയ ആൾക്കാരുടെ പേര് മാത്രം വിളിക്കും. അവരാണ് മറുപടി പറയേണ്ടത്. ബാക്കിയുള്ളവരൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്യണം. അവരാണ് മറുപടി. ഏഞ്ചല്, നമ്മുടെ ഈ ക്ലാസ്സിൽ ഇന്ന് എത്ര കുട്ടികൾ പങ്കെടുത്തു? USSന്റെ ഏതെങ്കിലും കുട്ടികൾ ഇതിലുണ്ടോ? USSന്റെ കുട്ടികളെ ഞാൻ ഒരു ഗൈഡൻസിന് വേണ്ടി വെച്ചിരുന്നു. ആരെങ്കിലും ഉണ്ടോ USS? 4-ാം ക്ലാസ്സിൽ മുതിർന്ന കുട്ടികൾ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഒന്ന് പേര് പറയാമോ? ഉണ്ടോ ആരെങ്കിലും? ആരാണ്? സൈറ. ഓക്കെ, സൈറ ഒന്ന് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം. എത്ര കുട്ടികൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് സൈറ? ആ ടേബിൾ നോക്കിയാൽ മതി, ഏകദേശം മനസ്സിലാവും. 8. ഓക്കെ. അപ്പൊ 8 കുട്ടികൾ ഉണ്ട് ഇതില്. അതില് പിന്നെ സൈറ, ഞാൻ ഈ പറയുന്നതിന് ആവശ്യത്തിനനുസരിച്ച് പറ്റെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണേ. സംഖ്യാലോകത്തില് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് സംഖ്യകൾ ഉണ്ടാക്കുന്ന എല്ലാ സംഖ്യകളുടെയും ആശ്രയിക്കുന്ന ഡിജിറ്റ്സിനെയാണ്, അക്കങ്ങൾ. ഏറ്റവും ചെറിയ അക്കം 0. ഏറ്റവും വലിയ അക്കം 9. അപ്പം ഞാൻ സയാനോട് ചോദിക്കുന്നു,
ഹൗ മെനി ഡിജിറ്റ്സ് ആർ ദർ? നമുക്ക് എത്ര അക്കങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 9. ഞാനിവിടെ അക്കങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെന്താണ് ബുദ്ധിമുട്ട്? അതിഥി, ഹൗ മെനി ഡിജിറ്റ്സ് ആർ ദർ? 10. 10 ഡിജിറ്റ്സ് ആണ്. അപ്പോൾ ഏഞ്ചൽ എബ്രഹാം, നമുക്ക് എത്ര അക്കങ്ങളുണ്ട്? 10. 10 അക്കങ്ങളുണ്ട്. സീറോനെ വിട്ടു പോകരുത് നിങ്ങൾ. സീറോ ഒരു അക്കമാണ്. കാരണം 100 എന്ന സംഖ്യ ഞാൻ എഴുതുമ്പോൾ അതിൽ എത്ര അക്കങ്ങളുണ്ട്? 3. 3 അക്കങ്ങൾ. അപ്പം സീറോ അക്കമാണ്. അപ്പോൾ സീറോ ഒരു ഡിജിറ്റ് ആണ്. സോ സീറോ ഏറ്റവും ചെറിയ ഡിജിറ്റ് ആണ്. ഏറ്റവും വലിയ 1 ഡിജിറ്റ് 9 ആണ്. ഇനി ഞാൻ അടുത്ത കുട്ടീനോട് ചോദിക്കുന്നു. അടുത്ത കുട്ടി ശ്യാം കൃഷ്ണനോടാണ്. ശ്യാം കൃഷ്ണ, കേൾക്കാമോ? ശ്യാം കൃഷ്ണ, ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏതാണ്? വിച്ച് ഇസ് ദ 2 ഡിജിറ്റ് നമ്പർ? 99. 99 ആണ്. 99. ശ്യാം കൃഷ്ണ, ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ ഏതാണ്? 10. 10. വെരി ഗുഡ്. ഞാൻ അങ്ങനെ തന്നെ മിൻഹയുടെ പോവാണ്. മിൻഹ, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണ് മോളെ? മിൻഹക്ക് പറയാനായിട്ടില്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ ഏതെങ്കിലും കുട്ടിക്ക് കയറി പറയാം. 999. 999. ശരിയാണ്. അപ്പോൾ ഇനി ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളോട് ചോദിക്കുന്നു. വിച്ച് ഇസ് ദ ലീസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ? സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ഏറ്റവും ചെറിയ 3 അക്ക. 100. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? വിച്ച് ഇസ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ? 999. 9999. 9999 ആണ്. അതിഥിയോടാണ് എന്റെ ചോദ്യം. വിച്ച് ഇസ് ദ ലീസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ? 1000. 1000. ഇനി നിങ്ങൾ എല്ലാവരോടും കൂടി എടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ? റൈറ്റ് ഡൗൺ, ടൈപ്പ് ചെയ്തോളൂ. ഈ ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1. ആലോചിച്ചിട്ടാണേ പറയാവൂ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. 8999 അല്ലേ? പിന്നെന്താ 1 പറഞ്ഞത്? ആരാ 1 പറഞ്ഞത്? ശരി, ഇത് മൈനസ് ചെയ്താൽ എത്രയാണെന്നാണ് എന്റെ ചോദ്യം. 8999 ആണ്. 8999. നമ്മുടെ തുടക്കത്തിൽ ഇന്ന് പഠിച്ചത് മനസ്സിലാക്കിയതാണ്. There are 10 digits. The least digit is 0. The largest 1 digit is 9. Smallest 2 digit number 10. Largest 2 digit number 99. Smallest 3 digit number 100. Largest 3 digit number 999. ഇനി ഇതിൽ എന്തോ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം. ആ ചോദ്യം നമുക്ക് നോക്കാം. ആ ചോദ്യം ഒന്ന് വായിച്ചേ ഒരു കുട്ടി.
Which is the smallest 4-digit number? ഏതാണ് സ്മോളസ്റ്റ് 4-digit നമ്പർ? 1000. 1000. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ് ഈ എഴുതിയത്. അടുത്ത പേജിൽ എന്താണ് ചോദ്യം എന്ന് നമുക്ക് നോക്കാം. അടുത്ത പേജിലെ ചോദ്യം എന്തായിക്കോട്ടെ, ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞോളാം. ചോദ്യം കാണാതെ തന്നെ ധൈര്യത്തിൽ മുന്നോട്ട് വരുന്ന ഒരു കുട്ടി മുന്നോട്ട് വരും. ശ്യാംകൃഷ്ണ. ശ്യാംകൃഷ്ണ അത്രയും ധൈര്യത്തിലാണ്. ശ്യാംകൃഷ്ണ അതേ ധൈര്യം കാണിച്ച സ്ഥിതിക്ക് എല്ലാവരും ശ്യാംകൃഷ്ണനൊക്കെ ഒരു ലൈക്ക് കൊടുക്കും. ലൈക്ക് കൊടുത്തോ? അതെ, ശ്യാംകൃഷ്ണ ലൈക്ക് വരുന്നുണ്ട്. പക്ഷേ ശ്യാംകൃഷ്ണ ആ ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞേ മതിയാവും. ചോദ്യം ആൻസർ പറയാൻ തയ്യാറായിട്ടുണ്ടോ ശ്യാംകൃഷ്ണ? യെസ്. പറഞ്ഞോ. യെസ്. ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം? 9999. ഇതിന്റെ മലയാളം അറിയണല്ലോ. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് 4-digit നമ്പർ എന്നതിന്റെ മലയാളം എന്താണ്? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. 4 അക്ക സംഖ്യ ഏത്? അപ്പം ശ്യാംകൃഷ്ണ എത്രയാണ് ഉത്തരം? 9999. 99. അടുത്ത ചോദ്യം ഏതായിക്കോട്ടെ, ഞാൻ പറയാൻ ഉത്തരം തയ്യാറാണ് എന്ന് ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്ന കുട്ടി വരും. സയാൻ. ഓ, സയാൻ നല്ല ധൈര്യത്തിലാണ്. സയാൻ ഒരു ലൈക്ക് കൊടുക്കുക എല്ലാവരും. സയാൻ നല്ല ധൈര്യത്തിൽ മറുപടി പറയാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരികയാണ്. കൊടുത്തു. ഓക്കെ, സയാൻ എന്റെ ചോദ്യം നമുക്ക് നോക്കാം. എന്തായിരിക്കും സയാന് കൊടുക്കേണ്ട ചോദ്യം നോക്കാം. ഓ സയാനെ, വല്ലാത്ത ചോദ്യമല്ലോ. ഒന്ന് വായിച്ചേ. What is the difference between the largest 4-digit number and the smallest 4-digit number without repeating the digits? വല്ലാത്ത ചോദ്യ. സയാന് ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാമെന്നുള്ള ഏറ്റെടുത്തിട്ട് കുടുങ്ങിപ്പോയോ? ശ്രമിച്ചു നോക്കുക എല്ലാവരും. ഇതിന്റെ മലയാളം മീഡിയം കുട്ടികൾക്ക് മലയാളം വേണോ? വേണം. മലയാളം വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതരാം. ശ്രദ്ധിച്ചു, മലയാളം എഴുതണം. ഞാൻ മലയാളം മീഡിയം ഇല്ലാന്ന് വിചാരിച്ചോണ്ടാണ്, അതുകൊണ്ട് മലയാളം ഇപ്പൊ എഴുതരാം. ശ്രദ്ധിച്ചോളൂ. അക്കങ്ങൾ ആവർത്തിക്കാതെ, ഒന്ന് എഴുതി വെച്ചോളെ. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ, നിങ്ങൾ എഴുതിക്കോളെ എന്റെ കൂട്ടത്തിൽ, ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള, ബാക്കി നിങ്ങൾ പറ, തമ്മിലുള്ള വ്യത്യാസം എന്ത്? വ്യത്യാസം എത്ര? അപ്പോൾ ശ്യാംകുമാർ ആ ചോദ്യം ഒന്ന് വായിച്ചേ. ശ്യാംകൃഷ്ണ ഒന്ന് വായിച്ചേ ആ മലയാളത്തിൽ എഴുതിയത്. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇനി അതിഥി അതിന്റെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. What is the difference between the largest 4-digit number and the smallest 4-digit number without repeating the digits? ഓക്കെ, ആൻസർ ടൈപ്പ് ചെയ്തോളൂ. ശരിയായ ആൻസർ തരുന്ന കുട്ടിക്ക്
ഒരു സമ്മാനം. ആ സമ്മാനം ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. എന്തായിരിക്കും അത്? ആപ്പിൾ. ആപ്പിൾ. ഓ, ഒരു ആപ്പിൾ സമ്മാനം കിട്ടും. നമ്മൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ ആ കുട്ടിക്ക് ഒരു ആപ്പിൾ ഞാൻ വാങ്ങിത്തരും. പറയും. 8000 ഞാൻ ഇതിൽ മലയാളം മീഡിയത്തിൽ എഴുതിയൊന്ന് വായിക്കും. മലയാളം മീഡിയം നിങ്ങൾ എഴുതിയെടുത്തോ? ചോദ്യം എഴുതിയെടുത്തോ മക്കളെ? എഴുതിയെടുത്തോ? ഞാൻ വായിച്ചോട്ടെ ചോദ്യം. യെസ്, യെസ് ഓർ നോ? ഏഞ്ചലാണ് പറയേണ്ടത്. ഏഞ്ചൽ മൈക്ക് മ്യൂട്ട് ചെയ്യേ, മൈക്ക് മ്യൂട്ട് ചെയ്യേ. ആ, എഴുതി. അപ്പൊ മൈക്ക് ഒന്ന് രക്ഷിതാക്കൾ കൂടെ ഇരിക്കുന്ന അവിടുന്ന് പരസ്പരം പറയുന്നത് ഇങ്ങോട്ട് കേൾക്കാം. അപ്പൊ നിങ്ങളവിടെ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇന്ന് പങ്കെടുക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ് ഏഞ്ചൽ? 9876. 9876. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ ലാർജസ്റ്റ് നമ്പർ ഏതാണ് സയാൻ? സയാൻ പോയോ? 8976. അതാരാ മറുപടി പറഞ്ഞത്? സയാൻ. സയാനെ അതൊന്നല്ലേ, ഏറ്റവും ചെറുതാ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ നമ്മൾ പറഞ്ഞു നേരത്തെ 1000 ആണെന്ന്. പക്ഷെ ഇവിടെ അക്കങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്, 0 ആവർത്തിച്ച്. പക്ഷെ അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? ആർക്കും അറിയാം? ഞാൻ പറയട്ടെ. ഞാൻ എന്ന് പറഞ്ഞ ആരാണാവോ ഈ ഞാൻ? ശ്യാം കൃഷ്ണ. അതാരാണ്? മലയാളത്തിൽ ടൈപ്പ് ചെയ്ത കുട്ടി അല്ലേ? സൈറയാണോ ടൈപ്പ് ചെയ്ത് കൊടുത്തത്? ഒരു മിനിറ്റ്. സൈറയാണോ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്? ഓക്കെ ആണോ? യെസ്, വെരി ഗുഡ്. സൈറക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കണേ മക്കളെ. കാരണം നിങ്ങൾക്ക് വേണ്ടി അവിടെ മലയാളത്തിൽ മോൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. സൈറയുടെ വീട് എവിടെയാണെന്നറിയോ? എവിടെയാ സൈറയുടെ സ്ഥലം? ട്രിവാൻഡ്രം. തിരുവനന്തപുരത്ത് നിന്നാണ് സൈറ നിങ്ങൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്യുന്നത്. ശരി. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണെന്ന് ആരോ പറഞ്ഞല്ലോ? 1234. 1234 അല്ല. 1234 അല്ല. 1023. അത് കറക്റ്റ് ആണ്. അതാരാണ് പറഞ്ഞത്? സയാൻ. ആ, അത് റെഡിയാണ്. 1023 123 ചെറുതാണ്. ഞാൻ പറയും 0 നിങ്ങൾ മറക്കല്ലേ. 0 ഒരു ഡിജിറ്റ് ആണ്, അത് മറക്കരുത്. അപ്പോൾ 1023 അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. ഏറ്റവും വലുത് 9876. ഞാൻ നിങ്ങളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദീസ് 2 നമ്പേഴ്സ് എന്നാണ്. ഡിഫറൻസ് കണ്ടോളൂ. പറഞ്ഞ അവിടെ എഴുതാം. അതെത്രയാ വായിക്കുക? 8853. ആ, നിങ്ങൾ എപ്പോഴും 7 അക്ക സംഖ്യ വരെയുള്ള കാര്യങ്ങൾ മൊബൈൽ നമ്പർ പറയുമ്പോൾ പറയരുത്. അത് വായിക്കുക തന്നെ വേണം. ഇംഗ്ലീഷിലായാലും മലയാളം മീഡിയം കുട്ടികളായാലും ശ്രദ്ധിക്കുക. ഒരിക്കലും ഇങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞാൽ 8853 8853 എന്ന് തന്നെ പറയണം. അത് ശ്രദ്ധിച്ചോളൂ. അതൊരു ശീലമായി പോകരുത്. മൊബൈൽ നമ്പർ പറയുമ്പോൾ പെറുക്കി പറയാം. അപ്പോൾ അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ, ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഇതാണ്. ഇനി സയാനോട് എന്റെ ചോദ്യം, എത്ര 2 അക്ക സംഖ്യകളുണ്ട്?
രണ്ടക്ക സംഖ്യകളുടെ എണ്ണം എത്ര? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ? 90. കറക്റ്റ് ആണ്. 90 രണ്ടക്ക സംഖ്യകളുണ്ട്. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്താ? 99 ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ. അതിൽ നിന്ന് ഏറ്റവും വലിയ ഒരക്ക സംഖ്യ കുറച്ചാൽ മതി, 90. അടുത്ത ചോദ്യം എല്ലാവർക്കും കൂടി ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമാണ്. നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ. ഇതിന് വേറൊരു പേരുണ്ട്, അറിയാമോ? മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട് വേറെ പേര്. നാച്ചുറൽ നമ്പേഴ്സ്. ഓ, കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് എണ്ണാനാണ് ഉപയോഗിക്കുന്നത്. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യ എണ്ണൽ സംഖ്യകൾ. മലയാളത്തിൽ ഇത് 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. പറയാൻ പറ്റുമോ മലയാളം മീഡിയം കുട്ടികൾക്ക്? ഒന്ന് എണ്ണൽ സംഖ്യകൾ, വേറൊരു പേരൂടെ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എണ്ണൽ സംഖ്യ എന്നും കാണും, മറ്റേ പേരും കാണും. എന്താണത്? മലയാളത്തിൽ ഇതൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്, എണ്ണൽ സംഖ്യകൾ. മലയാളം മീഡിയം കുട്ടി ഏഞ്ചൽ എബ്രഹാമിന് അറിയാമോ? ഇല്ല. ഇത് വായിച്ചോളൂ. എന്താണ് എഴുതിയത്? നിസർഗ സംഖ്യകൾ. നിസർഗസംഖ്യ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ്. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? 0. 0 അക്കമാണ്, 1. ഒന്നാണ്. 1, 2, 3, 4, 5 എന്നിങ്ങനെ പോകുന്ന സംഖ്യകൾ. ഇതിൽ ഞാൻ 1, 3, 5, 7 ഇങ്ങനെ പോകുന്ന സംഖ്യക്ക് വേറൊരു പേരുണ്ട്. ഒറ്റ സംഖ്യകൾ. ഓഡ് നമ്പേഴ്സ്. 2, 4, 6, 8 ഇങ്ങനെ പോകുന്ന സംഖ്യക്ക് വേറെ പേരുണ്ട്. Even ഈവൻ numbers. അപ്പം ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും ചേർന്നിട്ടാണ് എണ്ണൽ സംഖ്യ. അപ്പൊ ഇപ്പൊ അതൊക്കെ പഠിച്ചു. ഇതിന്റെ ഒക്കെ നോട്ട്സ് വരും കേട്ടോ. ഇതിന്റെ നോട്ട്സ് ഒക്കെ ചെറിയ സിമ്പിൾ ഇംഗ്ലീഷിലാണ് ഞാൻ തയ്യാറാക്കിയത്. അത് നിങ്ങളെ രക്ഷിതാക്കളോ മുതിർന്നവരോ നിങ്ങളെ സഹായിച്ചത് മലയാളത്തിലാക്കാൻ സഹായിക്കും. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം. നമ്മളൊരു ചെറിയ ചോദ്യം കൂടി അടുത്ത പേജിൽ കാണുന്നുണ്ട്. ആ ചോദ്യം ഏതുമായിക്കോട്ടെ, ഞാൻ ഉത്തരം പറഞ്ഞോളാം എന്ന് ധൈര്യമുള്ള ഒരു കുട്ടി മുന്നോട്ട് വാ. തെറ്റായാലും ശരിയായാലും ഞാൻ ഉത്തരം പറയും. ആ ചോദ്യം നേരിടാൻ ഞാൻ തയ്യാറാണ്. അതിഥിക്ക് നല്ല ധൈര്യമുണ്ട്. അതിഥിക്ക് ഒരു ലൈക്ക് കൊടുക്കുക എല്ലാവരും. കാരണം അതിഥി ആ ചോദ്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പറയാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിഥി, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. എന്താണിത്? 90. ചോദ്യം ഒന്ന് വായിച്ചേ. How many 2-digit numbers are there? എത്ര രണ്ടക്ക സംഖ്യ ഉണ്ട്? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാണ്. എത്രയാണ്? 90. 90. അതിഥി, എത്ര മൂന്നക്ക സംഖ്യ ഉണ്ട്? 90 എന്നല്ലേ? എങ്ങനെ? 999 ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99. 999 99 കുറച്ച് എത്രയാണ്? 900. ആ, അപ്പൊ മൂന്നക്ക സംഖ്യയുടെ എണ്ണം എത്രയാ? 900. ഹൗ മെനി 3-digit numbers are? അതിഥി, ഒരു മലയാളത്തിലെ ചോദ്യം. അതിഥി ഇംഗ്ലീഷ് മീഡിയം കുട്ടിയാണെങ്കിൽ ഒരു മലയാളത്തിലെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. 1 മുതൽ 19 വരെ എഴുതുമ്പോൾ അതിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? How many odd numbers are there when we write 1 to 19? അറിയില്ല സർ.
1 മുതൽ 19 വരെ എഴുതുമ്പോൾ 1ഉം 19ഉം ഉൾപ്പെടെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? ആർക്കും അറിയാം? സർ 10. 10 ഓഡ് നമ്പർ ഉണ്ട്. കറക്റ്റ് അല്ലേ? കാരണം 19ന്റെ കൂടെ 1 കൂട്ടിയിട്ട് 20 കിട്ടിക്കഴിഞ്ഞിട്ട് പകുതിയാക്കിയാൽ കിട്ടുന്ന 10. അതിഥി 1 മുതൽ 9 വരെ എഴുതുമ്പോൾ അതിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? When we write 1 to 9, 5. ഉടനെ നിങ്ങൾ 9ന്റെ കൂടെ 1 കൂട്ടുക, പകുതിയാക്കുക. 5. 2 മുതൽ 10 വരെ എഴുതുമ്പോൾ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 2 മുതൽ 10 വരെ എഴുതുമ്പോൾ എത്ര ഈവൻ നമ്പേഴ്സ് സംഖ്യകളുണ്ട്? 6. അതെങ്ങനെയാ 2 മുതൽ 10 വരെ എഴുതുമ്പോൾ 6 ഉണ്ടോ? ഞാൻ എഴുതി വെക്കട്ടെ. 2, 4, 6, 8, 10. ഇതിൽ 6 ഉണ്ടാ? 5. 5 ഉള്ളൂ. 10ന്റെ പകുതി. 1 മുതൽ 9 വരെ എത്ര ഓഡ് നമ്പർ ഉണ്ട്? 9ന്റെ കൂടെ 1 കൂട്ട പകുതിയാക്കുക. ജയാൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഒരു ചോദ്യം സുകാര്യം ചോദിക്കുന്നു, സുകാര്യം മറുപടി പറഞ്ഞാൽ മതി. പെട്ടെന്ന് പറയണം. തയ്യാറാണ്? 10ാമത്തെ ഓഡ് നമ്പർ ഏതാണ്? 10ാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? സുകാര്യം പറഞ്ഞാൽ മതി. വേറെ ആർക്കും സുകാര്യം പറയാം, പറഞ്ഞോളൂ. 21. 10ാമത്തെ ഓഡ് നമ്പർ ഏതാണ്? പെട്ടെന്ന് പറയാം. 19. 19. 10ാമത്തെ ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ 10നെ ഇരട്ടിയാക്കുക, 20. അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ മതി. 19. ജയാനെ 10നെ ഇരട്ടിയാക്കുന്നു, 1 കുറയ്ക്കുന്നു, 10ാമത്തെ ഓഡ് നമ്പർ കിട്ടും 19. ജയാനെ, ഞാൻ വേറൊരു സുകാര്യം ചോദിക്കട്ടെ? സുകാര്യം മറുപടി പറയൂ. 25ാമത്തെ ഓഡ് നമ്പർ ഏതാണ്? 49. കറക്റ്റ് ആണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സിനെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അടുത്ത പേജിൽ ഒരു ചോദ്യം കിടക്കുന്നുണ്ട്. ചോദ്യം ഏതുമായിക്കോട്ടെ, ഉത്തരം പറഞ്ഞാൻ തയ്യാറാണ്. ധൈര്യമുള്ള ഒരു കുട്ടി മുന്നോട്ട് വാ. ഞാൻ തയ്യാറാണ് സർ. ആര്? ശ്യാംകൃഷ്ണ. ശ്യാംകൃഷ്ണക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കുക. ശ്യാംകൃഷ്ണ വളരെ ധൈര്യത്തിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് അടുത്ത ചോദ്യം നേരിടാൻ. ഓക്കെ, ശ്യാംകൃഷ്ണക്ക് ലൈക്ക് കൊണ്ടൊരു കളിയാണ്. ശ്യാംകൃഷ്ണ, ഇതാണ് ചോദ്യം. എന്താണ്? മലയാളം ഞാൻ പറയാം, ഒരു കുട്ടി ഇംഗ്ലീഷ് വായിച്ചു. ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ there? എത്ര 3 അക്ക സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. ഇപ്പൊ പറഞ്ഞ കാര്യമുള്ളൂ. 90. ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ there? എത്ര 3 അക്ക സംഖ്യകളുണ്ടെന്നാണ്. 900. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഇതാണ്, ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഇതാണ്. എത്രയാണ്? 900. 900. ശരി. അടുത്ത ചോദ്യം ഞങ്ങൾക്ക് ഇനി ഇന്നത്തെ തുടക്കമായതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. വൈകി വന്ന കുട്ടികൾക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. LSS, നിങ്ങളുടെ കുട്ടികൾക്ക് LSS ലഭിച്ചാൽ, 4ാം ക്ലാസ്സിലെ കുട്ടികൾ LSS ലഭിച്ചാൽ USSന് സാധ്യത കൂടുതലാണ്. 6ാം ക്ലാസ്സിൽ ന്യൂമാത്സ് എന്ന ഒരു പരീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ധാരാളം കളക്ട് ചെയ്യുക. പ്രൈമറി, പ്രത്യേകിച്ച് ലോവർ പ്രൈമറി തലത്തിൽ നടക്കുന്ന ഏറ്റവും നല്ല ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണിത്. അതിന് അവസാനം കുറെ ഓടി നടന്നിട്ട് പഠിച്ചുകൊണ്ട് കാര്യമില്ല. ആദ്യമേ നല്ലോണം കഷ്ടപ്പെട്ട് പഠിക്കണം.
നന്നായിട്ട് അധ്വാനിച്ച് പഠിക്കണം. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ശേഖരിച്ച് വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഗ്രൂപ്പിലൂടെയും അയച്ചു തരും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഒരു ചോദ്യം ഇവിടെ എഴുതുകയാണ്. ആ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ ആണോ എല്ലാവരും? ആണ്. യെസ്. യെസ്. ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്കും എഴുതാം എൻ്റെ കൂടെ തന്നെ. ഒരാള് എഴുതുന്ന സംഖ്യ ഏറ്റു പറയണം. സയാൻ ഒന്ന് ഏറ്റു പറയൂ. 25. 25, 36, 47, 34, 45, 56, 43, 54, 65. അടുത്ത വരിയില് 3 സംഖ്യകൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. അത് എഴുതാൻ ഞാൻ നിങ്ങളെ ഓപ്ഷൻ തന്ന് സഹായിക്കാം. ഓപ്ഷൻസ് ഒന്ന് വായിച്ചെടുക്കൂ സയാൻ. 52, 64, 75 അല്ലേ? അടുത്ത ഓപ്ഷൻ 53, 64, 74. 53, 64, 74. അടുത്ത ഓപ്ഷൻ 52, 63, 74. 52, 63, 74. അടുത്ത ഓപ്ഷൻ 54, 64, 74. ഇതിലേതായിരിക്കും ശരി? ഇതിൽ ഏതായിരിക്കും ശരി? പറയും. ഇതിൽ ഏതായിരിക്കും ശരി, എന്തുകൊണ്ട് എന്ന് കൂടി നിങ്ങൾ പറയണം. അവസാനം എഴുതിയ നിങ്ങൾ കാണുന്നില്ലേ? അവസാനത്തെ ഓപ്ഷൻ നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടോ? കാണുന്നില്ല. എന്താ നിങ്ങൾ പറയാത്തത്? അടുത്ത സ്ഥാനത്ത് ഞാൻ ഇവിടെ എഴുതുകയാണ്. ആ 4ാമത്തെ ഓപ്ഷൻ ഒന്നുകൂടി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ കാണുന്നു. ശരി, ഒരു കാര്യം ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് വിട്ടു തന്നു. നിങ്ങൾ ആലോചിച്ചിട്ട് ഇതിലേത് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ ഇവിടെ എഴുതുക എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. ഒരു ഹോംവർക്ക് കൂടി നിങ്ങൾക്ക് തരികയാണ്. ശരി, ആ ചോദ്യം ഒന്ന് വായിക്കൂ. സയാൻ, ആ ചോദ്യം ഒന്ന് വായിച്ചു. When we write 10, 100. അയ്യോ, അങ്ങനല്ല. ഇത് 1 ആണ്. When we write 1 to 100, how many times 1 is repeating? When we write 1 to 100, how many times 1 is repeating എന്നാണ് ചോദ്യം. അതിന്റെ മലയാളം എഴുതി വെച്ചോളൂ. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 1 എന്ന അക്കം എത്ര തവണ ആവർത്തിക്കുന്നു? സൈറ, ആ ചോദ്യം മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചെടുക്കുന്നുണ്ട്. When we write 1 to 100, how many times 1 is repeating? 1 മുതൽ
100 വരെ എഴുതുമ്പോൾ 1 എത്ര തവണ ആവർത്തിക്കുന്നു? ഓക്കെ, നിങ്ങൾ എഴുതി നോക്കാതെ തന്നെ കണ്ടുപിടിച്ചാൽ നല്ലത്. ഇനി എഴുതി നോക്കി കണ്ടുപിടിച്ചാലും ഇല്ല. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 0 എത്ര തവണ ആവർത്തിക്കുന്നു, 1 എത്ര തവണ ആവർത്തിക്കുന്നു, 9 എത്ര തവണ ആവർത്തിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കും. അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരും. ഇന്ന് നോട്ട്സ് ഞാൻ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാം. അതിന്റെ മുമ്പ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ ഒന്ന് നോക്കാം, നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ പേരൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. കുട്ടികളുടെ പേരൻസ് കൂടെ ഇരിക്കുന്നുണ്ടാവുമല്ലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക. കുട്ടികളുടെ ആരെങ്കിലും പേരന്റ് കൂടെ ഇരിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. ഉണ്ടെങ്കിൽ ഒന്നായിരത്തി ഫോൺ കൊടുക്കൂ. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്? മനസ്സിലാവുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ കുട്ടിയുടെ പേരെന്താ? ശ്യാംകൃഷ്ണ. ശ്യാംകൃഷ്ണൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് അല്ലേ? യെസ്. ഈ നോട്ട്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് അയച്ചു തരിക. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പറയാത്തതുണ്ട്. ഇവർക്ക് LSSന് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അതിൽ ഓരോ ടോപ്പിക്സും ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്പർ വേൾഡ്, അതിൽ തന്നെ ഇഷ്ടംമാതിരി നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ വീൽ ഓഫ് ടൈം, അത് ഇവരെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ്. കലണ്ടർ മാത്സ്, പാറ്റേൺ, നമ്പർ സീരീസ്, റോമൻ നമ്പേഴ്സ്, ജോയിനിങ് 1000, മോർ ആൻഡ് ലെസ്, ഡ്രോയിങ് ഷേപ്സ്, ഇങ്ങനെ കുറേ സംഗതികൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇതില് ടെക്സ്റ്റ് ബുക്ക് അവരുടെ കയ്യിലുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പ്രയാസം വരില്ല. ഇനി അഥവാ ബുദ്ധിമുട്ടാണെങ്കിൽ ഗ്രൂപ്പിലൂടെ തന്നെ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പിന്നെ അത് ഷെയർ ചെയ്ത് തരാം, മലയാളവും കൂടി അയച്ചു തരാം. അപ്പൊ ഇത്രയും നോട്ട്സ് ഇന്ന് ഞാൻ അയക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരാമർശിക്കാത്തത് ഉണ്ടാവും. ഏതായാലും ഇന്ന് തുടക്കത്തിൽ ഇത്രയും കുട്ടികൾ പങ്കെടുത്തു. അപ്പോൾ പങ്കെടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും വിജയം നേരുന്നു.